Hi all, I am Anjo Francis. I am from Chalagudi, Thrissur. I have recently completed my CA Intermediate both groups on May 2026 attempt. റിസൾട്ട് വന്നപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. പാരൻസൊക്കെ ഭയങ്കരധികം ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ജാൻ 2026 അറ്റംപ്റ്റിൽ അഗ്രിഗേറ്റ് ഇല്ലാണ്ട് ഫെയിലായിരുന്നു ഞാൻ. അപ്പോൾ കുറേ ഫാമിലി മെമ്പേഴ്സിന് കുറേ പേർക്ക് ഡൗട്ടായിരുന്നു ഇത് പാസ്സാവാൻ പറ്റുമോ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തായിരുന്നു. പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ മെയ് 2026 അറ്റംപ്റ്റ് പാസ്സായി ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇത്രയും മാർക്കൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇതിപ്പോൾ കോസ്റ്റിങ്ങിലും ആയാലും ഓഡിറ്റിങ്ങിലായാലും എക്സംഷൻ മാർക്ക് വരെ എത്താൻ പറ്റി. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലിയിൽ എല്ലാവരും ഹോൾ ഫാമിലി നല്ല ഹാപ്പിയാണ്. പിന്നീടാണ് മാർക്കിലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. 368 അഗ്രിഗേറ്റ് സ്കോർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കോസ്റ്റിംഗ് ആയാലും സെക്കൻഡ് ഗ്രൂപ്പിൽ നല്ല അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. 207 മാർക്ക് ടോട്ടലി 300 സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു റിസൾട്ട് നോക്കാനായിട്ടും. പാസ്സാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മാർക്ക് എത്തുന്നു അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും മാർക്ക് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. CA ചൂസ് ചെയ്യാൻ ഫസ്റ്റത്തെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. പിന്നെ ഒന്ന് വേറിട്ട് ചിന്തിച്ചതാണ് കൂടുതലായിട്ട്. കാരണം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആദ്യം തിങ്ക് ചെയ്തത് നീറ്റ് പഠിക്കാം അല്ലെങ്കിൽ ജെഇക്ക് പോവാം, അങ്ങനെയൊക്കെയാണ് തിങ്ക് ചെയ്തത്. പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, പെട്ടെന്ന് ലൈഫിൽ സെറ്റിലാവാൻ പറ്റിയൊരു കോഴ്സ് ആലോചിച്ചപ്പോൾ ചെയ്യാൻ തോന്നി. കാരണം ഒരു ഫെയിലിയർ ഇല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് 4 ഇയേഴ്സിന് നമുക്ക് ആവാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും പറ്റും. അതുകൊണ്ട് തന്നെ CAനെ പറ്റി തിങ്ക് ചെയ്തു. എല്ലാവരും എൻജിനീയറിങ്ങും ഡോക്ടറും ആവാൻ നോക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റിയിൽ പോകാമെന്ന് വിചാരിച്ചാണ് CA കൂടുതലും പ്രിഫർ ചെയ്തത്. ട്രിപ്പിൾ ഐ അന്ന് ഞങ്ങൾ പഠിക്കണ സമയത്ത് ട്രിപ്പിൾ ഐനെ പറ്റി ഭയങ്കര അഭിപ്രായവും എന്നും അങ്ങനെ തന്നെയാണ്. ഫാക്കൽറ്റി പൂളാണ് മെയിൻലി ഭയങ്കരമായിട്ട് അവരെ ബാക്കിയെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എല്ലാ ഫാക്കൽറ്റീസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ട്രിപ്പിൾ ഐയുടെ വർക്ക് ബുക്ക് തന്നെ ഭയങ്കര നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വേറെ ക്വസ്റ്റ്യൻസിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒന്നല്ല, ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ അവൈലബിൾ ഇൻ 1 ബുക്ക് ആയിരുന്നു ട്രിപ്പിൾ ഐയുടെ ബുക്സിൽ. പിന്നെ അതുപോലെ തന്നെ MCQ എന്ന് പറയുന്ന ബുക്കിലെറ്റ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ എക്സാം എഴുതിയപ്പോൾ ഫെയിലായി. കാരണം ഞാൻ ആൻസർ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ MCQയിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. പിന്നീടാണ് ട്രിപ്പിൾ ഐയുടെ MCQ ബുക്കിലെറ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ മെയ് 2026 അറ്റംപ്റ്റിൽ എല്ലാ MCQസും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റി. ജാൻ 2026 എനിക്ക് അത്രയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ MCQ പ്രാക്ടീസിങ് ഭയങ്കര കുറവായിരുന്നു. ട്രിപ്പിൾ ഐയുടെ പുസ്തകം പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് MCQ ബുക്ക്ലെറ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ MCQ നല്ല ഈസി ആയിരുന്നു. പിന്നെ എല്ലാ ബുക്കും ചില സബ്ജക്റ്റിൻ്റെ കേസിൽ ഫാക്കൽറ്റി ബുക്ക് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയതായിരുന്നു. ഇപ്പോൾ കോസ്റ്റിംഗ് ഒക്കെ ആയാലും ഫാക്കൽറ്റി ബുക്ക് തന്നെ ഇനഫായിരുന്നു. അങ്ങനെ പഠിക്കാൻ ഞങ്ങൾക്ക് ട്രിപ്പിൾ ഐ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റഡി പ്ലാൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. 2 മാസം അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തായിരുന്നു. ദിവസവും അത്യാവശ്യം ടൈമിരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഒരു സബ്ജക്റ്റിനെയാണ് മെയിനായിട്ട് ഒരു ദിവസം ഫോക്കസ് ചെയ്താൽ, ചിലവരിപ്പോൾ 2 സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യും. ഞാൻ ഒരു ഫസ്റ്റ് 5 ഡേയ്സ് ഒരു സബ്ജക്റ്റ് കൊടുക്കുക, പിന്നെ അടുത്ത 5 ഡേയ്സ് അടുത്ത സബ്ജക്റ്റ് കൊടുക്കുക. അങ്ങനെ അതിൽ മാക്സിമം പുഷ് ചെയ്യും മൊത്തം തീർക്കാനായിട്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാം, പഠിക്കണേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഭാഗത്തുനിന്ന് വരണ MCQസും കുറേ ട്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ പ്രോബ്ലം പേപ്പറിനേക്കാൾ ഉപരി ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരുന്നത് തിയറി പേപ്പേഴ്സായിരുന്നു. എനിക്ക് തിയറി പേപ്പേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോൾ ഓഡിറ്റിംഗ് ആയാലും ലോ ആയാലും അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തായിരുന്നു. പ്രോബ്ലം പേപ്പേഴ്സ് ഇപ്പോൾ കോസ്റ്റിംഗ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ട വന്നായിരുന്നില്ല മറ്റേ തിയറി പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ മെയിനായിട്ടുള്ള എൻ്റെ വീക്കർ സബ്ജക്റ്റിനെ ഞാൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള സബ്ജക്റ്റിന് അത്യാവശ്യം പുഷ് ചെയ്ത് നല്ല അഗ്രിഗേറ്റ് സ്കോർ എടുക്കാൻ നോക്കിയത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് ജാൻ 2026 കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാരണം കുറേ ക്ലാസ്സൊക്കെ ഓൺലൈൻ ആക്കേണ്ട വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കുറച്ച് കൺസിസ്റ്റൻസിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി പഠിക്കണ ഒരാളായിരുന്നു. പിന്നെ അപ്പച്ചന് ചെറിയൊരു ആക്സിഡൻറ്റിൽ ഡെത്തായി അപ്പോൾ പിന്നെ ജാൻ 2026 പ്രിപ്പറേഷനിൽ ഇച്ചിരി അത് എഫക്റ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് ഇപ്പം ഞാൻ 2 മന്ത്സുള്ള ഇതിലാണ് നല്ലോണം കൂടുതൽ പ്രിപ്പയർ ചെയ്തായിരുന്നത്. എന്നാൽ ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്തിട്ടില്ല. ക്ലാസ്സസ് അപ്പോൾ എല്ലാത്തിനും പറ്റി ആദ്യമായിട്ടല്ല അറിഞ്ഞിരുന്നത്. ക്ലാസ്സസിലെല്ലാം അത്യാവശ്യം കേട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വന്നതായാലും ഞാൻ റെക്കോർഡിങ്സ് ആയാലും എങ്ങനെയെങ്കിലുമൊക്കെ കണ്ട് തീർത്ത് ക്ലാസ്സസ് എല്ലാത്തിനെ പറ്റി മനസ്സിലാക്കിയായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലിരുന്ന് ഒരു സബ്ജക്റ്റിൽ നിന്ന് പഠിക്കുകയല്ല ചെയ്തത്,
അതിനെ കൂടുതലൊന്നും കൂടി തറവാക്കി റീഡ് ചെയ്ത് മനസ്സിലാക്കുക ചെയ്തത്. കാരണം നോളജ് ഉണ്ടായിരുന്നു സബ്ജക്റ്റിനെ പറ്റി അത്യാവശ്യം നല്ല രീതിക്ക്. എന്നിട്ട് പിന്നെ 2 മാസത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തു. അങ്ങനെയായിരുന്നു ക്രാക്ക് ചെയ്തത്. എപ്പോഴും കൺസിസ്റ്റൻസിയാണ് നല്ലത്. കാരണം ഫൗണ്ടേഷൻ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു. അത് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ബേസിസിൽ നിന്ന് പഠിച്ച കാരണമാണ് എനിക്കിത് കുറച്ച് ട്രാക്ക് ഔട്ട് ആയ കാരണമാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നെന്ന്. ഇനി സി എടുക്കാവുന്നവരോട് പറയാനുള്ളത്, ആരും തന്നെ പേടിക്കൊന്നും വേണ്ട സിഎനെ പറ്റി. സി എ ഈസിയാണ്, എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആവണമെന്നോ ഇൻ്റലക്ച്വൽ ആവണമെന്നൊന്നുമില്ല. നമുക്കൊരു സിലബസ് ഉണ്ട്, അത് കവർ ചെയ്യാനുള്ളൊരു ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ സി എ ഈസി ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്ത് പാസ്സാകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കോഴ്സാണ്. ആരും ഇതിനെ പേടിച്ച് അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഈസിയാണ്, എല്ലാവരും കൊണ്ട് പറ്റുന്നൊരു കോഴ്സാണ്. എല്ലാവരും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക, അത്രയാണ് പറയാനുള്ളത്.